എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി കയ്യിലോട്ട് കിട്ടാനുള്ള സാധ്യതയുമില്ല. കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ ഇതാണ്. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പലതും വലിയ തിരിച്ചടിയായി മാറി. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ അമ്പേ പാളിപ്പോയി. ഇപ്പോഴും നമുക്ക് കാണാം, MC റോഡിലൂടെയും മറ്റും സഞ്ചരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ചിത്രം മാത്രം വെച്ച വലിയ ഫ്ലക്സുകൾ. എല്ലാവർക്കും വീട് തരാൻ LDF അല്ലാതെ, അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട്? എല്ലാവർക്കും ജോലി നൽകാൻ LDF സർക്കാർ അല്ലാതെ മറ്റാരുണ്ട്? പിണറായിയുടെ ചിത്രം മാത്രം വച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും വടിയരികിൽ നിലനിൽക്കുകയാണ്. ഇത് കാണുന്ന ജനങ്ങൾ പരിഹാസപൂർവ്വം നോക്കുന്നു, ചിരിക്കുന്നു. ഈ പരിഹാസ ചിരിയാണ് വോട്ടുകളായി UDFന് കിട്ടിയത്, UDF അധികാരത്തിൽ വന്നത്. ഇതൊക്കെ ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്ന് CPMലെ പ്രമുഖരായ നേതാക്കൾ ഇല്ല, ഒന്നോ രണ്ടോ നേതാക്കളേ ഉള്ളൂ. പിണറായി വിജയനും MV ഗോവിന്ദനും അങ്ങനെ കുറച്ച് നേതാക്കൾ മാത്രമേ ഉള്ളൂ. MA ബേബിയെ പോലും ഒരു നേതാവായി പിണറായി വിജയൻ കൂട്ടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഇനിയെങ്കിലും ജനങ്ങളെ ഒപ്പം ചേർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. എന്നാൽ പോലും ഇത് ഇപ്പോൾ ഒരു അങ്ങാടിപ്പാട്ടായി മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വാചകങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളും ഒക്കെ തന്നെ പാളിപ്പോയിരിക്കുന്നു. എല്ലാത്തിലും വലിയ തിരിച്ചടി വന്നിരിക്കുന്നു എന്നത്. LDF നേരിട്ടത് കനത്ത പരാജയം. അതിൽ നിന്ന് കരകയറാൻ വേണ്ടത് പാഠം പഠിക്കലാണ് എന്നാണ് CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. അംഗരക്ഷകരുടെ പെരുമാറ്റ രീതി തെറ്റായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടു. ജനങ്ങളെക്കാൾ വലിയവനായി ഭാവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശമില്ല എന്ന് പിണറായി വിജയനെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. കേരളത്തിൽ ഒട്ടാകെ വച്ച പിണറായി വിജയന്റെ ഫ്ലക്സിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ഇടതുപക്ഷ ക്യാമ്പയിന്റെ ഭാഗമായി വന്നുകൂടാത്ത ഹോൾഡിങ്ങുകളായിരുന്നു അതൊക്കെ തന്നെ. ആ വാചകം, ആ രൂപം LDFനെ പറ്റി ഒട്ടും മതിപ്പുണ്ടാക്കിയില്ല എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായിട്ടും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം? അങ്ങനെ ആയിരുന്നോ ഇതുവരെ? നമ്മൾ ഇതിനു മുൻപും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും കണ്ടിട്ടുണ്ട്. നമ്മൾ C അച്യുതമേനോനെ കണ്ടിട്ടുണ്ട്, EK നായനാർ, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, അങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നാട് ഭരിച്ച മണ്ണാണ് ഇത്. അവരാരും ഇങ്ങനെ ഹോൾഡിങ്ങുകളും ഇതുപോലെയുള്ള പരസ്യവാചകങ്ങളും PR വർക്കുകളും നടത്തിയവരല്ല. സുരക്ഷ എന്നത് നാട്ടുകാർ നോക്കിക്കൊള്ളും, എൻ്റെ സുരക്ഷ അല്ലെങ്കിൽ എൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളാണ് എന്ന് പറഞ്ഞ EK നായനാർ. ഇവിടെ വലിയ അകമ്പടി വാഹനങ്ങളില്ലാതെ, ഒന്നോ രണ്ടോ വാഹനങ്ങളുടെ മാത്രം അകമ്പടിയോടെ കേരളം മുഴുവൻ ഒരു ഭയവുമില്ലാതെ സഞ്ചരിച്ച VS അച്യുതാനന്ദൻ, അങ്ങനെ എത്രയെത്ര നേതാക്കളുണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ചിന്തകളെ, ആശയങ്ങളെയൊക്കെ തന്നെ പട്ടുകുടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കടന്നു ചെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവി. ഓർക്കുക, ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ, ജനങ്ങൾ ഒപ്പം നിന്നില്ലെങ്കിൽ, ജനങ്ങളുടെ അംഗീകാരമില്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് നിലനിൽക്കാൻ സാധിക്കുക? ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ കൂടി ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഭരണത്തിൽ വരാനും ഒക്കെ തന്നെ സാധിക്കുകയും ചെയ്യും. വലിയ പാർട്ടിയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ 2 ടേൺ ഭരിച്ച പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നണിയാണ്, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് ഈ വ്യക്തിയാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക തീവണ്ടിയിൽ കണ്ണൂരിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയ, മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയ തൊഴിലാളികളെ സ്റ്റേഷനിൽ ഇരുത്തി അവിടുത്തെ സഖാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നു, പിണറായി വിജയനാണ് നിങ്ങൾക്ക് ട്രെയിൻ കൊണ്ടുവന്നത്, നിങ്ങളെ നാട്ടിലേക്ക് അയക്കുന്നത് പിണറായി വിജയനാണ്, എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി നിങ്ങളെ കൊണ്ടുപോകുന്നത് പിണറായി വിജയനാണ് എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച ആ ഒരു വീഡിയോ നമുക്ക് ഓർമ്മ കാണും. CPIയും സമ്മതിക്കുന്നു, CPIയുടെ ഭാഗത്തും വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള തെറ്റുകളും തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ P പ്രസാദോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേർ ജയിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ CPIക്കും വലിയ തിരിച്ചടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തെ ആകെ തകർത്ത് കളഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോഴെങ്കിലും ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകൾ ഇതൊക്കെ തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോകണം. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കോ ഇടതുപക്ഷ ചിന്താഗതികൾക്കോ ഒന്നും വിരുദ്ധരൊന്നുമല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവരൊന്നുമല്ല. അതൊക്കെ നല്ല ആശയങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിസം എന്നത് തീർച്ചയായിട്ടും ഇവിടെ നടപ്പിൽ വരേണ്ട മറ്റൊരു ആശയം തന്നെയാണ്.
ഫാസത്തെയും അങ്ങനെയുള്ള സംവിധാനങ്ങളെയും ഒക്കെ എതിർക്കേണ്ട ആശയമാണ്. പക്ഷേ അതൊക്കെ ഒരു വ്യക്തി പിണറായി വിജയൻ്റെ ഫ്ലക്സ് വെച്ചുകൊണ്ടോ ഹോൾഡിംഗ് വെച്ചതുകൊണ്ടോ മറ്റാരുമില്ല ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ചതുകൊണ്ടോ ഒന്നും അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളണം എന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. അവർ തിരിച്ച് വോട്ട് ചെയ്തു. വലിയ തിരിച്ചടി. ഇനി ഒരിക്കലും കരകയറാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇടതുപക്ഷ സംവിധാനം പ്രത്യേകിച്ചും CPM ചെന്ന് എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. CPM ഇല്ലെങ്കിൽ പിന്നെ CPIയുടെ കാര്യം പറയണമോ? ഒന്നും പറയണ്ട. എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇനി തിരിച്ചുവരവ് അസാധ്യം. പിന്നെ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നു. അതിന് ചില ട്രോളുകൾ കണ്ടു. കൊടുങ്കാറ്റ് വന്ന് കേരളത്തെ ബാക്കി കൂടി തകർത്തെറിയാൻ വേണ്ടിയാണോ കൊടുങ്കാറ്റായി ഇനി തിരിച്ചു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതുതന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്, പൊതുസമൂഹത്തിനും ചോദിക്കാനുള്ളത്. മറ്റൊരു കൊടുങ്കാറ്റായി തിരിച്ചു വന്ന് കേരളത്തെ തകർത്തെറിയാനുള്ള നീക്കമാണോ നിങ്ങൾ നടത്തുന്നത്? കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ അതിന് അനുവദിക്കും എന്ന് തോന്നുന്നില്ല. എങ്കിലും ഉടൻ തിരിച്ചു വരും, നാളെ വരും, മറ്റന്നാൾ വരും, തിരുത്തും എന്നൊക്കെ പറയുന്നു. ഈ പറയുന്ന തിരുത്തലുകളൊന്നും നടക്കാനുള്ള സാധ്യത, വിദൂര സാധ്യത പോലുമില്ല. എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താകുമെന്നറിയില്ല. ഇനിയും എള്ളു കീറിയിട്ടോ തലമുടി നാരിഴ കീറി പരിശോധിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ഇത് ഒരു അസാധ്യമായ കാര്യം തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഈ വലതുപക്ഷ ഭരണം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇടതുപക്ഷം തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായി തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു. 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളൊക്കെ മറന്നുകൊള്ളും, നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ, ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം CPI-യും ഒക്കെ. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് നോക്കിയിരിക്കാം.